ഹായ്, നല്ലൊരു മിൽക്കി ബ്രൗണി എടുത്താലോ? കഴിച്ചയച്ച് ഇപ്പോൾ 2-3 പീസേ ഉള്ളൂ ബാക്കി. നല്ല ഫഡ്ജ് ആൻഡ് ചോക്ലേറ്റി, നല്ല ചൂയി ആയിട്ടുള്ള അടിപൊളി മിൽക്കി ബ്രൗണി. ആണോ? ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിക്കൂലേ, ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ എൻ്റെ ഓവൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പുതിയ ഓവൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പഴയ ഓവൻ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഓവൻ വാങ്ങിച്ച്. ഞാനിപ്പോൾ മോർഫി റിച്ചാർഡിൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് 3 ഫങ്ഷൻസാണ് ഇതിൽ വരുന്നത്. അപ്പം ഒന്നിൽ നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും, സെക്കൻഡിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഗ്രില്ലാണോ ടോസ്റ്റാണോ അല്ലെങ്കിൽ ബേക്കാണോ ആ ഒരു ഫങ്ഷന് ആക്കാനും, പിന്നെ താഴത്ത് എത്ര ടൈമാണോ വെക്കുന്നത് ആ ഒരു ടൈമും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. 60 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ അത്യാവശ്യം നമുക്കൊരു 6 കിലോ കേക്ക് വരെ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓവനാണ് കേട്ടോ. അപ്പം മുമ്പ് എൻ്റെ അടുത്തുള്ളതും 60 തന്നെയായിരുന്നു. അപ്പം അതിലും കുറച്ചും കൂടി മുമ്പ് ഫുള്ള് സ്റ്റീൽ ബോഡിയായിരുന്നു. അതിൽ കുറച്ച് ബോഡിയിലെല്ലാം ഒരു മെറ്റൽ കളറായതുകൊണ്ട് കാണാൻ കുറച്ച് രസമുണ്ട്. പിന്നെ ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ് കേട്ടോ, ഈ ഒരു മോർഫി റിച്ചാർഡിൻ്റെ. പിന്നെ ഇത് നോർമലായിട്ട് ഈ വലിക്കുന്ന സാധനവും, പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പം അവിടെ വെക്കുന്ന ആ ഒരു ഗ്രിൽ പാനും, പിന്നെ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഷവായി അതുപോലെ റോട്ടിസറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെക്കുന്ന സാധനവും, പിന്നെ ഇതുപോലത്തെ ഒരു ട്രേയോ ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കണ്ണൂർ നിക്ഷാലിനാണ് കേട്ടോ. അവിടെ ഇപ്പം ഭയങ്കരമായിട്ട് ഓഫർ നടക്കുന്നുണ്ട്. അപ് ടു 70% വരെ അവിടെ ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫറും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്കൊരു ബ്രൗണി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. അതിലേക്കൊരു 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടാവട്ടെ, എന്നിട്ട് ബാക്കി പണി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിൽക്ക് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം മൊത്തം 200 ഗ്രാം കേട്ടോ. എന്നിട്ട് അതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതലും ചേർക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തോട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇത് മാറ്റി വെക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്താൽ നമുക്കിത് തണിയാൻ വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലെൻഡറാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഹാൻഡ് ബീറ്ററാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ബ്ലെൻഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും മോർഫി റിച്ചാർഡിൻ്റെ ഈസി ബ്ലെൻഡറാണ്. അതായത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചിരിച്ചിട്ടുള്ള പണിയൊന്നും വേണ്ട. ഇതിൻ്റെ തന്നെ ഒരു ബൗൾ വരുന്നുണ്ട്. അതുപോലത്തെ ഇതുപോലത്തെ വലിയൊരു ബ്ലേഡാണ് വരുന്നത്. അപ്പം കാണാൻ നല്ല ലുക്കില്ലേ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഒരു ബൗളിലേക്ക്, ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ചേർക്കാം കേട്ടോ. പൊടിക്കാത്ത ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കോട്ടാം. ഇതിങ്ങനെ താത്തി വെച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ഹൈ സ്പീഡിലും ബീറ്റ് ചെയ്യാം, ലോ സ്പീഡിലും നമുക്കിതിൽ ബീറ്റ് ചെയ്യാം. വളരെ വളരെ എളുപ്പമാണ്. നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല കേട്ടോ ഈ ഒരു മെഷീന് വാങ്ങിച്ചാൽ. അപ്പം ഞാനിങ്ങനെ കറങ്ങുന്നതിന് സ്പീഡ് കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1 kg ബ്രൗണിൻ്റെ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന തന്നെ സ്പീഡ് കൂട്ടി അങ്ങനെ ഹൈ സ്പീഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഫ്ലഫി ഒന്നും ആണ്ടല്ലോ. നോർമൽ ബ്രൗണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ആ ഒരു പഞ്ചസാരയും
ഈ ഒരു മുട്ടയും വാനില എസൻസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതിയാവും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പം ഞാൻ പഞ്ചസാര പൊടിക്കാത്തതുകൊണ്ട് തന്നെ ഒരു 2-3-4 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സായി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ഒരു ബ്ലെൻഡർ എല്ലാവർക്കും നല്ലൊരു ഉപകാരമാണ് കേട്ടോ. കാരണം നമ്മളെന്തെങ്കിലും പണിയെടുക്കുന്നേരം ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കറങ്ങിക്കോളുമല്ലോ, അപ്പോൾ നമുക്ക് വേറെ പണി എടുക്കാമല്ലോ. അപ്പോൾ നല്ല ഉപകാരമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ എഗ്ഗ് അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ബീറ്റ് ആവണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് പഞ്ചസാരയും എഗ്ഗും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഇതിൽ തന്നെയാണ് അരിക്കുന്നത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫഡ്ജി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യാൻ ഈ ഒരു ബ്ലേഡാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇതിൽ തന്നെ കിട്ടിയിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ 2 ബ്ലേഡ് നമുക്ക് തന്നിട്ടുണ്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കണക്റ്റാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പീഡിലൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9,000 സംതിങ് ആണ്. അപ്പോൾ എനിക്കത് ഓഫറിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓണത്തിൻ്റെ ഓഫറൊന്നും കഴിയാനായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ പെട്ടെന്ന് നിക്ഷാലിൽ പോയിക്കോ. ആടെ ഇല്ലാത്ത ഓഫർ വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ. അത്രക്കും കില്ലർ ഓഫറാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും, ഇവളിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഒരിക്കലല്ല കേട്ടോ. എൻ്റെ പൈസ കൊടുത്തിട്ട് തന്നെ ഇത് ഞാൻ മേടിച്ചത്. ഞാൻ പണ്ട് നിക്ഷാൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല കിഡിലൻ ഓഫറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, മുട്ടയും മൈദയെല്ലാം. ഇനി നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ചോക്ലേറ്റും ആ ഒരു എഗ് മിക്സിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലോലാക്കിയിട്ട് ഏകദേശം ഒരു 1-2 സ്പീഡിൽ ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ബാറ്റർ, നമ്മുടെ ബ്രൗണിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു മെനക്കെടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ എല്ലാവർക്കും ഒന്നും മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ബ്ലെൻഡർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ ഒരു ബ്ലെൻഡർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫൈനലി വാങ്ങിച്ചേട്ടാ. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ബ്രൗണിക്ക് ഉണ്ടാവുക, അല്ലാണ്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ. ഇനി നമുക്കിതൊരു ട്രേയിൽ പാരാം. ഞാനിപ്പോൾ ഇതാ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് നമ്മുടെ ബാറ്റർ അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോർമൽ നമ്മൾ ബ്രൗണിൻ്റെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ്, എന്നാലും പറയാണ് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 40 മിനിറ്റ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ബ്രൗണിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല, എല്ലാം തീർന്നു നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്